ഒരു വിഭാഗം സംസ്ഥാന സർക്കാർ ജീവനക്കാർ പ്രഖ്യാപിച്ച പണിമുടക്ക് സമരം പൊളിഞ്ഞു. ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളിലും 90% ജീവനക്കാരും ജോലിക്ക് ഹാജരായി. പണിമുടക്ക് സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിമർശനം ശരിവെക്കുന്നതായിരുന്നു ജീവനക്കാരുടെ ഇന്നത്തെ ഹാജർ നില. വിജിൻ വായാന്തോട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഒരു വിഭാഗം സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് പ്രഖ്യാപിച്ച സമരം ഭാഗികമായി പോലും AC ഇല്ല എന്നതാണ് കണക്കുകളും ഹാജർ നിലയും എടുത്ത് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നേരത്തെ തന്നെ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്നും നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നിട്ടും എന്തിനാണ് ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ നടത്തേണ്ട ഒരു പണിമുടക്ക് സമരത്തിലേക്ക് പോയത് എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അത് പൂർണ്ണമായും പ്രകടമാകുന്നതായിരുന്നു സമരത്തിന് ആളുകൾ എത്താതിരുന്നതും ജീവനക്കാർ ഒക്കെ സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലേക്കും എത്തിയത് തെളിയിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ DA കുടിശ്ശിക കൊടുത്തു തീർക്കണം എന്ന ആവശ്യം അത് മുഖ്യമന്ത്രി തന്നെ ചട്ടം 300 പ്രകാരം നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയതാണ്. ഒരു ഘട്ടം നേരത്തെ തന്നെ നൽകുകയും ചെയ്തതാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ ആണ് ഇത്തരത്തിൽ ഒരു ഗഡു കുടിശ്ശിക നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് അത് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കണമെന്നാണ്. അത് 5 വർഷം കൂടുമ്പോൾ അങ്ങനെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുന്ന ഒരു രീതിയാണ് LDF പിന്തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുമെന്ന കാര്യവും മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കുകയും ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിരന്തരം പറയുകയും ചെയ്തതാണ്. എന്നിട്ടും ഒരു പണിമുടക്ക് സമരത്തിലേക്കാണ് ഒരു വിഭാഗം ജീവനക്കാർ പോയത്. CPIയുടെ സംഘടനയായ ജോയിന്റ് കൗൺസിലും അതിൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം 76% ഹാജർ നിലയെങ്കിൽ ഇന്ന് അത് 74% ആളുകളും സെക്രട്ടേറിയറ്റ് ജീവനക്കാർ എത്തി എന്നുള്ളതാണ് സമരത്തിന് എത്രമാത്രം ജീവനക്കാർ പ്രാധാന്യം നൽകി എന്നതിൻ്റെ തെളിവ്. ഒരു തരത്തിലും ജീവനക്കാരെ ഇക്കാര്യം ബാധിച്ചില്ല എന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് ഓഫീസുകളിൽ എല്ലാം ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഹാജർ നില ഉണ്ടാവുകയും ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലും അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ജീവനക്കാരുടെ ഹാജർ നില. ഒരു സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനം ഈ സമരവുമായി ബന്ധപ്പെട്ട് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. ചില സ്കൂളുകളിൽ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് സ്കൂളിൽ ഉൾപ്പെടെ നേരത്തെ ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ച് സ്കൂൾ പൂട്ടിപ്പോയ ഉദ്യോഗസ്ഥരെതിരെ നടപടിക്കും അന്വേഷണത്തിനും ഉൾപ്പെടെ മന്ത്രി തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തു. നേരത്തെ സർക്കാർ ഇക്കാര്യത്തിൽ ഡയസ്നോടും പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതും പ്രധാനമായി എടുത്തു കാണേണ്ടതാണ്. എന്തായാലും ഈ ഒരു കാരണവുമില്ലാതെ അനാവശ്യമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഈ സമരം അത് പൂർണ്ണമായും പൊളിയുന്ന രീതി തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒക്കെ കണ്ടത്. ഒപ്പം തന്നെ NGOയുടെയും അതുപോലെ NGO യൂണിയൻ്റെയും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ജോലിക്കെത്തിയ ജീവനക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് അവർ പ്രകടനമായി എത്തുകയും ചെയ്തു. ഇങ്ങനെ സമരത്തെ പൂർണ്ണമായും ജീവനക്കാർ തള്ളി എന്ന കാഴ്ചയാണ് നിലവിൽ ഇന്നുണ്ടായത്. ശരി, വിജിൻ വായാന്തോടാണ് സമഗ്രമായ റിപ്പോർട്ട് നൽകിയത്.